നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ക്യാബേജ് കൃഷിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഓഗസ്റ്റ് മുതൽ നവംബർ മാസം ഈ ഒരു സമയത്താണ് നമ്മൾ ക്യാബേജിൻ്റെ തൈകൾ നടേണ്ടത്. തൈകൾ പോട്രയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് മിക്ക കൃഷിഭവനുകളിലും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും തൈകൾ സൗജന്യമായിട്ട് വിതരണം നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇക്കോ ഷോപ്പുകളിൽ നമുക്ക് ഇതിൻ്റെ തൈകൾ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ നഴ്സറികളിൽ നിന്ന് കിട്ടും, ഫാമുകളിൽ നിന്ന് കിട്ടും. കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരുപാട് ഫാമുകളുണ്ട്. പിന്നെ KVKകളിൽ കിട്ടും, യൂണിവേഴ്സിറ്റികളിൽ കിട്ടും. അപ്പോൾ ഇവിടുന്ന് എവിടെ നിന്നെങ്കിലും നമ്മൾ കുറച്ച് ക്യാബേജിൻ്റെ തൈകൾ സംഘടിപ്പിക്കുക. ഇപ്പോൾ നിലത്താണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ മണ്ണ് നന്നായിട്ട് ഒരുക്കിയിടണം. അപ്പം നമ്മൾ തൈകൾ വാങ്ങിക്കുന്നതിന് മുന്നേ തന്നെ മണ്ണ് ഒരുക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണ് നന്നായിട്ട് കൊത്തി കിളച്ചതിന് ശേഷം അതിൽ 1 സെൻറ്റിന് 1 മുതൽ 3 കിലോഗ്രാം കുമ്മായം എന്നുള്ള നിലയിൽ ചേർത്തിട്ട് ചെറിയ രീതിയിൽ നന കൊടുത്ത് 2 ആഴ്ച അങ്ങനെ ഇട്ടേക്കുക. അപ്പോൾ 3-4 ദിവസം കൂടുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ കുമ്മായം നന്നായിട്ട് പ്രവർത്തിച്ച് മണ്ണിലെ pH ന്യൂട്രലാക്കി നിർത്തുകയുള്ളൂ. തൈ നടുന്നതിന് മുന്നേ ആയിട്ട് ഓരോ കുഴികളിലും അടിവളമായിട്ട് രാസവളവും ജൈവവളവും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ അടിവളം എന്ന് പറഞ്ഞാൽ ആദ്യം ഇടുന്ന, അതായത് വിത്തോ തൈയോ നടുമ്പം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്ന വളത്തിനെയാണ് അടിവളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അടിവളം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ചെടികൾക്ക് ആദ്യം ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു പ്രാപ്തി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടിവളം ചേർക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ക്യാബേജിന് കൊടുക്കേണ്ട അടിവളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 1 ഗ്രോ ബാഗിന് അല്ലെങ്കിൽ 1 കുഴിക്ക് 1 കിലോഗ്രാം ജൈവവളം എന്നുള്ളതാണ്. അതുപോലെ രാസവളത്തിൻ്റെ കണക്കുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 400 ഗ്രാം പൊട്ടാഷ്, 650 ഗ്രാം യൂറിയ, 2 കിലോഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, ഇത് 3ഉം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഓരോ ചെറിയ സ്പൂണ് എല്ലാ തടത്തിലും ഇട്ട് കൊടുക്കുക. അല്ല, ഇപ്പം നമ്മൾ തടമല്ല, ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രോ ബാഗിൽ ഒരു ചെറിയ സ്പൂണിൽ ഈ ഒരു വളക്കൂട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തൈകൾ നടാവുന്നതാണ്. തൈകൾ പറിച്ച് നട്ട സമയത്ത് നമ്മൾ അടിവളമായിട്ട് ആദ്യത്തെ ഒരു വളപ്രയോഗം നടത്തി. ഇനി രണ്ടാമത്തെ വളപ്രയോഗം എപ്പോഴാണ് നടത്തേണ്ടതെന്ന് വെച്ചാൽ പറിച്ച് നട്ട്, അതായത് ആദ്യത്തെ വളപ്രയോഗം നടത്തി 1 മാസത്തിന് ശേഷമാണ് രണ്ടാമത്തെ വളപ്രയോഗം നടത്താനായിട്ട്. ആ സമയത്ത് എല്ലാ ചെടികൾക്കും ഒരു ചോടിന് 1 കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ ഒരു 650 ഗ്രാം യൂറിയയും 400 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ്യം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ചെറിയ സ്പൂൺ വീതം എല്ലാ ചെടികളുടെയും ചോട്ടിൽ ഇട്ട് കൊടുക്കുക. അത് ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ നിലത്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും വളം ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യും, അല്ലേ, മണ്ണുമായിട്ട് മിക്സ് ചെയ്യും. ആ മിക്സ് ചെയ്തതിന് ശേഷം മണ്ണൊന്ന് അതിൻ്റെ ചോട്ടിലോട്ട് കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മുകുളങ്ങൾ നല്ല ക്വാളിറ്റിയിലും വലിപ്പത്തിലും വരാനായിട്ട് സഹായിക്കും, ഈ മണ്ണ് നമ്മൾ കയറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കാര്യവും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാമാന്യം നല്ല രീതിയിൽ തന്നെ മുകുളങ്ങളുണ്ടാവും. അപ്പോൾ ഈ മുകുളങ്ങൾക്ക് താങ്ങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് വലിപ്പം കൂടിയിട്ടുള്ള ക്യാബേജുകളാണ് ഉള്ളതെങ്കിൽ അടിയിലൊന്ന് താങ്ങ് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ക്യാബേജിന് ധാരാളം കീടങ്ങളും രോഗങ്ങളും ബാധിക്കാറുണ്ട്. അപ്പം കീടരോഗബാധ വന്നു കഴിഞ്ഞാൽ നമ്മൾ രാസകീടനാശിനിയോ കുമിൾനാശിനിയോ ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രോഗം വരാതിരിക്കാനും കീടാക്രമണം തടയാനും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നട്ട് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്യൂഡോമോണസിൻ്റെ ഒരു സ്പ്രേ കൊടുക്കണം. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടി ചോട്ടിൽ ഒഴിച്ചും കൊടുക്കാം. അതുപോലെ തന്നെ ഒന്ന് സ്പ്രേയും ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശമുള്ള രോഗങ്ങൾ നമുക്ക് പ്രതിരോധിച്ച് നിർത്താനായിട്ട് പറ്റും. അതുപോലെ കീടങ്ങൾ വന്ന് ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വന്നാൽ തന്നെ ആ വന്ന കീടങ്ങളെ കൊന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിവേറിയയുടെ ഒരു സ്പ്രേയും കൊടുക്കണം.
അതായത് ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തടത്തിൽ ഒഴിച്ചും കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കീടങ്ങളുടെ ആക്രമണം നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. സ്യൂഡോമോണസിൻ്റെയും ബിവേറിയയുടെയും സ്പ്രേകൾ 2 ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള നിലയിൽ ചെടികൾക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അതായത് ഈ ആഴ്ച നമ്മൾ സ്യൂഡോമോണസിൻ്റെ സ്പ്രേ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ബിവേറിയയുടെ സ്പ്രേ കൊടുക്കുക. നമ്മുടെ ക്യാബേജ് ചെടികൾക്ക് നല്ല ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടണം. അപ്പം നമ്മൾ NPK നേരത്തെ പറഞ്ഞതുപോലെ യൂറിയയും പൊട്ടാഷ്യം ഫോസ്ഫേറ്റ് റോക്ക് ഫോസ്ഫേറ്റും ഒക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തു. ഇനിയുള്ളത് എന്താ? സൂക്ഷ്മ മൂലകങ്ങളാണ്. ആ സൂക്ഷ്മ മൂലകങ്ങളുടെ അപര്യാപ്തത അല്ലെങ്കിൽ ലഭ്യത കുറവ് കൊണ്ട് പലപ്പോഴും ക്യാബേജിൻ്റെ ആണെങ്കിലും മറ്റ് പല വിളകളുടെയും വളർച്ചയെ സാരമായി ബാധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമ്പൂർണ്ണ ഒരു നുള്ള് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടികൾക്ക് തളിച്ചു കൊടുക്കുക. അത് ഈ സ്യൂഡോമോണസും ബിവേറിയയും സ്പ്രേ ചെയ്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സമ്പൂർണ്ണയാണെങ്കിലും ഇപ്പോൾ സമ്പൂർണ്ണ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഒരു നുള്ള് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തളിച്ചു കൊടുത്താൽ മതി. ഈ ഒരു നുള്ളെന്ന് ഞാൻ പറഞ്ഞാൽ ശരിക്കും 5 ഗ്രാമൊക്കെയാണ് റെക്കമെൻഡേഷൻ വരുന്നത്. ഒരു നുള്ള് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എങ്ങാനും ഇത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല, അതിന് ആവശ്യത്തിന് കുറച്ചെങ്കിലും കിട്ടണമുണ്ടല്ലോ. അതുകൊണ്ട് ഒരു നുള്ളെന്നുള്ളത് കുറച്ചുകൂടെ ആയാലും പ്രശ്നമില്ല, പക്ഷേ അധികം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നമുക്കറിയാം ക്യാബേജ് എന്ന് പറഞ്ഞാൽ ശീതകാല പച്ചക്കറിയാണല്ലേ. അപ്പോൾ കേരളത്തിൻ്റെ സാധാരണ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിൽ ഇടുക്കി വയനാട് ആ പ്രദേശങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഹ്രസ്വകാല ഇനങ്ങൾ വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാബേജിന് പല തരത്തിലുള്ള ഇനങ്ങളുണ്ട്. ഹ്രസ്വകാലമുണ്ട്, ദീർഘകാല വിളകളുണ്ട്, ഇനങ്ങളുണ്ട്. അതുപോലെ തന്നെ മധ്യകാല ഇനങ്ങളുമുണ്ട്. നമ്മൾ കൃഷി ചെയ്തത് ഏത് ഇനം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിളവെടുപ്പിൻ്റെ സമയം കണക്കാക്കുന്നത്. ഇപ്പോൾ ഹ്രസ്വകാല ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 60 മുതൽ 80 ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് നട്ട് 60 മുതൽ 80 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറിക്കാവുന്നതാണ്. അതുപോലെ മധ്യകാലമാണെന്നുണ്ടെങ്കിൽ മധ്യകാല ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 80 മുതൽ 100 ദിവസം വരെ എടുക്കും ഇത് വിളവെടുക്കാനായിട്ട്. അതുപോലെ ദീർഘകാല ഇനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 100 മുതൽ 130 ദിവസം വരെ എടുക്കും വിളവെടുക്കാൻ. അപ്പോൾ ഈ ദീർഘകാലവും മധ്യകാലവും സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിലെ സാധാരണ ടെമ്പറേച്ചറിലൊന്നും ഉപയോഗിക്കാറില്ല. അത് ഇടുക്കി വയനാട് പോലുള്ള തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഈ ഇനങ്ങൾ സാധാരണയായിട്ട് കൃഷി ചെയ്യുക. വിളവെടുക്കാറാവുന്ന സമയത്ത് മുകുളങ്ങൾ നല്ല ഉറപ്പുള്ളതായിരിക്കും. അതുപോലെ തന്നെ മുകുളങ്ങളുടെ നിറം കടും പച്ചയിൽ നിന്ന് ഇളം പച്ചയായിട്ട് മാറുകയും ചെയ്യും. ക്യാബേജ് കൃഷിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.